ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ നമ്മൾ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീക്കെൻഡ് എന്താ പറയാം, മേ ബി ഇത് ഞാനൊരു ഫുൾ വീക്കിൻ്റെ വീഡിയോ ആക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ നവംബർ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഇവിടെ എല്ലായിടത്തും സെയിൽ കാണും. ലൈക്ക് നല്ല ഡീൽസും കാര്യങ്ങളും. ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. സോ ഇപ്രാവശ്യം ഞങ്ങൾ വീക്കെൻഡ് ഷോപ്പിങ്ങിന് പോകുന്ന കൂട്ടത്തിൽ എല്ലാ സ്റ്റോഴ്സിലും കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡ്രസ്സ് പറ്റുന്ന പോലെ ഇതിൽ കോപ്പറേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഈ വീഡിയോ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പോകുന്നത്. അവൻ കോപ്പറേറ്റ് ചെയ്താൽ ഞങ്ങൾ ഗാഡ്ജറ്റ്സ്, ഡ്രസ്, ഷൂസ് അങ്ങനെ ആ ഒരു കാറ്റഗറിയൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ഓൾറെഡി ഇവിടെ കാരിഫോറിൽ പോയിട്ട് ഒരു സോഡ മേക്കർ സെയിം ഈ എന്താ പറയുന്നത് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൻ്റെ ഡീലിൽ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. ഇപ്പോൾ ഈ ഗൾഫിലൊക്കെ നാഷണൽ ഡേ ടൈമിലും റംസാൻ്റെ ടൈമിലും ഓഫർ വരുന്ന പോലെ തന്നെയാണ് ഇവിടെ പോളണ്ടിൽ നവംബർ ടൈമിലുള്ള ബ്ലാക്ക് ഫ്രൈഡേ വീക്ക് സെയിൽ. സോ ലെറ്റ്സ് ഗോ ടു ബൊണാർക്ക. ആൻഡ് കൂട്ടത്തിൽ നമ്മൾക്ക് ഇതിരുകൂട്ടൻ്റെ കിൻഡർ ഗാർഡനിൽ അവർക്ക് ഈ വരുന്ന വീക്കിൽ ഒരു ഹോളിഡേ ഫോട്ടോഷൂട്ടുണ്ട്. നമ്മൾക്ക് അതിനുള്ള ഡ്രസ്സ് മേടിക്കണം. പ്ലസ് അവർക്ക് ഫെയറി ടെയിൽ കോസ്റ്റ്യൂം ഡേയും കൂടെ ഉണ്ട്. സോ അതും മെയിൻ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്താൽ നിങ്ങൾ ഈ വ്ളോഗ് ഫുള്ള് കാണും, അല്ലെങ്കിൽ എനിക്കറിയില്ല. സോ ലെറ്റ്സ് ഗോ ടു മോൾ. ഒരു ഹായ് ക, ഒരു ഹായ്. എവിടെ ഇതിന് ഓൾ സെറ്റാണ് പോവാനല്ലേ ഇതിന്. സോ നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് പോകേണ്ടതെന്ന്. പുറത്ത് കാലാവസ്ഥ മുന്നേ ഞാൻ കാണിച്ചു തരാം. സോ പുറത്ത് ഓൾറെഡി ലൈക്ക് ഇന്നലെ നവംബർ 21 തന്നെ ഫസ്റ്റ് സ്നോഫോൾ നമ്മൾക്ക് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് രാവിലെ ചെറിയൊരു സ്നോഫോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്ലസ് ടെമ്പറേച്ചറിലോട്ട് മാറിയപ്പോൾ വീണ സ്നോ ഒക്കെ അത്യാവശ്യം മെൽറ്റായി പോയി. സോ ലെറ്റ്സ് ഗോ, ടൈം കളയാൻ നമുക്ക് പോവാം. സോ നമ്മൾ ടാക്സിയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഇതൊരു സ്റ്റോപ്പ് ടാക്സി വരും. യെസ്, ഇതൊരു സ്നോ നോക്ക്. ടാക്സി വന്നു മോനെ, വാ പോവാം. നമ്മൾ മറ്റു ഗ്ലൗസ് ഇടുമ്പോൾ നമുക്ക് സ്നോയിൽ കളിക്കാമേ. കം ലെറ്റ്സ് ഗോ. സോ നമ്മൾ നമുക്ക് PS5 എന്ന് തന്നെ തുടങ്ങാം. വായിക്കാം. നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് എംപിക്കിലാണ്. നമുക്ക് ഇവിടുത്തെ ഡീൽസൊക്കെ ഒന്ന് നോക്കാം. PS5ൻ്റെ റേറ്റ് എത്ര നോക്കിയേ? ആപ്പിൾ എന്തൊക്കെയോ ഓഫർ ഉണ്ടല്ലോ. അതെ, ഇതേതാണ്? PS5 Pro ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ റേറ്റ് 3000 ഓക്കെ. 3000 സ്ലോട്ടിയുടെ സാധനം നമുക്ക് ഈ ഒരു ടൈമിൽ 2998. അതെ കറക്റ്റ്. ഗെയിമും ഉണ്ടെന്ന് തോന്നുന്നു, ഒരു ഗെയിം ഇതിൻ്റെ അകത്ത് ആണ്. സാധനം ഇല്ലേ പറ്റിപ്പോ. നമുക്ക് ഇവന് കോസ്റ്റ്യൂം നോക്കാം ആദ്യം. ഇത്രയാവും. സോ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ചുമ്മാ ഒന്ന് PS5ൻ്റെ റേറ്റ്സ് ഒക്കെ നോക്കാൻ വന്ന്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആണോ? ഇതൊക്കെ വെറുതെ കാലി ബോക്സ് വെച്ചിരിക്കുകയാണ്. പറ്റിക്കാനാ പറ്റിപ്പ് ഇത് ഫുള്ള്. ശരി, ആരെങ്കിലും എടുത്തു. നമുക്ക് PS5 825 GB ഉണ്ട്, 1 TB എല്ലാം നല്ല ഡീലാണ്. ഇവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബിഗ് സ്റ്റോറിനകത്ത് നമ്മൾക്ക് ബുക്സ്, ഗെയിംസ്, ടോയ്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് മേടിക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ എൻ്റെ കൂട്ടുകാരോട് വന്നിട്ടുണ്ട്. നമുക്ക് ചുമ്മാ ഇതിനെയും കൊണ്ടുപോയാൽ മുതലാവില്ല. നമുക്ക് തിരിച്ച് PS5ൻ്റെ സൈഡിലോട്ട് തന്നെ പോവാം. അവിടെ ഫുൾ അവൻ്റെ ഇഷ്ടപ്പെട്ട കാറൊക്കെ ആയിരുന്നു. ഇക്ക ആരുടെ അടുത്ത് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഫുൾ ഏജ് നമ്മുടെ ലൈബ്രറിയൊക്കെ പോലെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബുക്സാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ അടുത്തത് എംപിക്ക് നിന്ന് ഇറങ്ങി നമുക്ക് RTV യൂറോടാത്ത ഡീൽസൊക്കെ നോക്കാം, എന്തൊക്കെ ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ടെന്ന്. നമ്മുടെ ഗാഡ്ജറ്റ്സിൻ്റെ സൈഡിലൊക്കെ നിറയെ ആളായതുകൊണ്ട് എനിക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാഷ്വലി ഞാനൊരു കോഫി മെഷീൻ്റെ റേറ്റ് എടുത്ത് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു 2800 സ്റ്റാർട്ടഡ് സാധനം നമുക്ക് 260 അല്ലെങ്കിലും 2600. നമ്മൾ ഷോപ്പിംഗ് തുടങ്ങിയത് അതിന് മുന്നേ ഇതിരുകൊട്ടിന് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. കുഞ്ഞാ ഉറങ്ങിക്കോ. ഒരു ഗാഡ്ജറ്റിൻ്റെ റേറ്റ് നോക്കാൻ പോയി. ഞാനിവിടെ സ്റ്റക്കാണ്, ഫുൾ ആൾക്കാർ. ആൻഡ് ഈ ഒരു സൈഡിൽ നമ്മൾ പുതിയ iPhone 17 Pro ഇരിപ്പുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കണം. ഞാനിവിടെ നിൽക്കുന്ന കണ്ടിട്ടില്ല. ദാ നിൽക്കുന്നത് ഞാൻ. എന്തായി ആണോ? നമുക്ക് iPhone 17 Pro ഒന്ന് നോക്കിയാലോ.
എത്രയാണ്? അമ്മോ 17 Pro Max റേറ്റ് ഉണ്ടോ? 6500. ജസ്റ്റ് ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് തുറന്നു നോക്കിയേ. സെൽഫി മോഡ് എടുത്ത് കുറേ പേര് എടുത്തിട്ടുണ്ടല്ലേ. അടിപൊളി ക്യാമറ അല്ലേ. വേറെ ഏതാണുള്ളത്? 17 Proന് എത്രയാണ്? 17 Proന് ഓൾമോസ്റ്റ് 6,000 zloty. ഓക്കെ ചലോ. എന്താണ് ഇതിന് വ്യത്യാസം? ഇതിനെത്രയാണ്? 5300. എന്തെങ്കിലും ഡീൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലല്ലോ. ഐഫോൺ സെക്ഷനിൽ മാത്രം ഡീലില്ല. നമ്മുടെ PS4 PS5 അതിനൊക്കെ ഡീലുണ്ട്. സോ ലെറ്റ്സ് ഗോ. അത് 1000 ഇതിന് കിട്ടും. എവിടെ നിന്ന്? ഇവിടെ. ഓക്കെ. അതിന് 1600 സ്ലോട്ടേ ഉള്ളൂ. ഓക്കെ. 1 TB വേർഷന് 2000. ഓൾമോസ്റ്റ് സെയിം അല്ലേ എംപിക്കിൽ എവിടെയും? അതെ സെയിം. ഒരു സ്ലോട്ടിയുടെ വ്യത്യാസം. ആഹാ, ഇവിടെ ലിൻറ്റിൻ്റെ ഷോറൂം വരുന്നല്ലോ. നൈസ്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ നമുക്ക് 1 TB എക്സ്ട്രാ, അതായത് ടോട്ടൽ 1 TB പ്ലസ് 825ൻ്റെ ഒരു അല്ല 865 ഒരു 1.5 TB കിട്ടും. അടിപൊളി. സോ അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം നമ്മൾക്ക് ഈ ഒരു ടൈമിൽ. ബൊണാർക്ക് ഇടാത്ത ക്രിസ്മസ് ഡെക്കറേഷൻസ് അവർ ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങിയല്ലോ. അതെ, ഇത് തന്നെയാണ് കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ വീഡിയോയിലും ഉണ്ടായിരുന്നത്. പിന്നെ ഒരേ മോളിൽ വരുമ്പോൾ ഒരേ കോണ്ടന്റ് അല്ലേ എൻ്റെ കാണും. സോ നമ്മളിനി പോകുന്ന കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാനാണ്. നമുക്ക് ഫസ്റ്റ് പ്രൈമാർക്കിൽ പോകാം. ഇവൻ്റെ പരിപാടിക്കുള്ള ഡ്രസ്സുകൾ ആദ്യം മേടിക്കണം. സോ നമ്മൾക്ക് പ്രൈമാർക്കിൽ ഇവനുള്ള ഡ്രസ്സ് നോക്കാം. സ്വെറ്റേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല ക്യൂട്ട്. സോ നമ്മൾ താഴെ കുറേ ഡ്രസ്സസൊക്കെ നോക്കി. സ്ഥിരമുള്ള സാധനങ്ങളായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്തില്ല. നമുക്ക് ഇനി ഇതിന് ഈ കാണുന്ന വിൻ്റർ ഹലോ നമ്മൾക്ക് ഇതിന് നോക്കണം. ഇങ്ങോട്ട് പോവാം. നമ്മൾക്ക് ഈ കാണുന്ന മോഡൽസ് ഏതെങ്കിലും ഒരു സ്വെറ്റർ എടുക്കാം. കാരണം അവർക്ക് ഹോളിഡേ ഫോട്ടോഷൂട്ടാണ്. കൊള്ളാമല്ലേ? ഇതിലേതെടുക്കും നമ്മൾ? സോ നമ്മൾ ഇതിന് ഈ കാണുന്നൊരു സ്വെറ്റർ എടുക്കാമെന്ന് വെച്ചാൽ അവൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ബ്ലൂ ജീൻസിനോട് പെയർ ചെയ്യാം. ആൻഡ് വേറെ നമുക്ക് ഇനി കോസ്റ്റ്യൂംസ് നോക്കണം. കോസ്റ്റ്യൂം എന്തായാലും ഇവിടെ പ്രൈമാർക്കിൽ കാണാൻ വഴിയില്ല. അതിന് നമ്മൾ വേറെ ഷോപ്പിലൊക്കെ കയറേണ്ടി വരും. ഞാൻ മിറർ കണ്ടപ്പോൾ ചുമ്മാ ഷൂട്ട് ചെയ്യാൻ വന്നായിരുന്നു. ഇനി നമ്മൾക്ക് എന്താണ് നോക്കേണ്ടത്? എന്തായാലും അവന് ഉടുപ്പായി. ആ ഹൈനൊക്കെ പോകും ക്രിസ്മസിന്? ഇല്ലല്ലേ, ജനറൽ സാധനം. സോ നമ്മൾക്കിനി ബാക്കി കുറച്ചുകൂടെ ഷോപ്പ് ചെയ്ത് ഇവിടെ സ്ഥിരം ഉള്ള സാധനങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തൊന്നും കാണിക്കാതെ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്യാം. കൊള്ളാം, നൈസ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രൈമാർക്കിൻ്റെ ഷോപ്പിങ്ങിന് ശേഷം ജസ്റ്റ് ഞങ്ങൾ വേറെ കടയിലോട്ട് പോകുന്ന വഴി ഈ ഒരു എന്താണ് ഈ കടയുടെ പേര്? ഗിയാകോമോ കോണ്ടി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറത്ത് ഡിസ്പ്ലേയിൽ കണ്ടാണ് 50% സെയിൽ. 800 ഇവിടുത്തെ ഏതോ കൂടിയ ബ്രാൻഡാണെന്ന് തോന്നുന്നത്. കൊള്ളാം, പക്ഷെ ആ കളറ് ഓക്കെ കമോൺ 50% ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇത് പറ്റിക്കുകയാണ്. ഇതേത് കടയാണ്? ഫുഡ് ലോക്കർ. ഫുൾ ഷൂസും ജാക്കറ്റ്സും ഒക്കെയാണ് അവിടെ ഉള്ളത്. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ 1-2 കടയിൽ പോയി. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണിക്കത്തക്ക ഡീൽസ് ഒന്നും അതിൻ്റെതില്ലായിരുന്നു. ഡ്രസ്സ് ഷോപ്പായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ വീണ്ടും മീഡിയ എക്സ്പേർട്ടിലാണ്. ഇവിടെ വന്നിട്ട് PS5ൻ്റെയും വേറെ കുറച്ച് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ റേറ്റൊക്കെ നോക്കാൻ. അയ്യോ, ഈ കട PS5 മിക്കവാറും സോൾഡ് ഔട്ട് ആയി കാണും. സോ നമ്മളങ്ങനെ ഫൈനലി ഇന്ന് PS5 മേടിക്കാൻ പോവാണ്. ഉറങ്ങാൻ പോയി ഇതിരു ഇടയ്ക്ക് വെച്ച് ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞിട്ട് എണീച്ചു. ഇതിരു അവന് ഫോൺ കാർട്ടൂൺ കൊടുത്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് അവിടെ ഫൈനലിക്ക് കുറേ നാളായിട്ട് മേടിക്കണമെന്നുണ്ടായിരുന്നു. PS5ൻ്റെ ബില്ലിങ് ചെയ്തുകൊണ്ടൊക്കെയാണ്. ഞാൻ ഒരു പണിയില്ലാതെ ഇവിടെ നിന്നിട്ട് വെറുതെ ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ നോക്കുകയാണ്. നൈസ്. ആക്ച്വലി ഞങ്ങളുടെ ഓൺലൈൻ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് എന്നിട്ടുള്ളത്. ഇവിടുത്തെ റേറ്റൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. 5000 അടുപ്പിച്ചുള്ളതിന് ഇപ്പോൾ ഡീലിൽ 489 നമുക്ക് കിട്ടും. സോറി 4899. നൈസ്. ഈ ഒരു ടൈമിലാണ് ഇവിടെ ബെസ്റ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈമാണിത്. യു ബോട്ട് ഇറ്റ്. എന്താണ് ഏത് സ്പെസിഫിക്കേഷൻ ഉള്ളതാണ് ഇപ്പോൾ മേടിച്ചത്? 25 GB. And what's your plan? Slim. Nice. I'll buy an SSD and കൊച്ചു കള. സോ ഇക്ക മേടിച്ചിട്ടുള്ളത് 825 GB സ്ലിം വേർഷനാണ് മേടിച്ചത്. കുറേ നാളായിട്ട് ഇക്കടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ബില്ലടിക്കാം.
അതെ കാർഡ് ഞാൻ ആലോചിക്കട്ടെ പേ ചെയ്യണോ വേണ്ടത്. സോ ഫൈനലി വലുതാകുമ്പോൾ ഇതിരണ്ട് മാപ്പിച്ചേക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാം. ഇല്ലേ അങ്ങനെ മേടിച്ച്. സോ യു ആർ ഹാപ്പി? Not really. കാശ് പോയിട്ട് വിഷമമാണല്ലേ. സോ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു, ഇതിരുവിൻ്റെ ഷോപ്പിങ്ങും കഴിഞ്ഞു. ആക്ച്വലി ഇതിരുവിൻ്റെ കോസ്റ്റ്യൂം കിട്ടില്ല, അത് നമ്മൾക്ക് ഓൺലൈനിൽ വരുത്തേണ്ടി വരും. ഇക്കയുടെ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇതാ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ആണ്. ഇതിരു യു ഹാപ്പി? ഇതിരു വാട്ട് ആർ യു ഡൂയിങ്? എന്താണ് കുഞ്ഞ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ഇതിരു ഡാൻസ് ഡാൻസ്. ഓക്കെ ഗോ. ഹായ്. എന്തൊക്കെയാണുള്ളത്? സ്റ്റാൻഡ് ഉണ്ടോ ഇതിന്? പക്ഷെ അതിൽ എഴുതിരുന്ന അതല്ല പറഞ്ഞത്. ലൈക്ക് ഫ്രം ചൈൽഡ്ഹുഡ് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഈ ഒരു ഐറ്റം വെച്ച് ലൈക്ക് അവരെ എപ്പോഴും യൂസ് ചെയ്യും. ഞാനങ്ങനെ വീഡിയോ ഗെയിം കളിക്കുന്ന ഒരാളല്ല. എപ്പോഴും ഭയ്യയുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ അവർ കളിക്കുന്ന ഗെയിംസ് ലാപ്പിൽ അങ്ങനെ കളിച്ചിട്ടേ ഉള്ളൂ. ആ സോ ഈ ഒരു സംഭവം എന്താണെന്ന് അറിയാനുള്ള യൂസ് ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം ഇല്ല. എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഓർമ്മയില്ല ഇനി ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സംഭവം ഒന്നും ഇല്ലായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും നല്ല പാക്കിങ് ആയിരിക്കണമല്ലോ, അമ്മാതിരി റേറ്റും അല്ലേ ഇതിന്. ഇത് എവിടെ നിന്നൊക്കെയാണ് ഇത് തുറക്കുന്നത്? എന്നെ പോയി ഒരു കുഞ്ഞു സാധനത്തിനാണ് എത്ര വില? ഫൈനലി മിസ്റ്റർ റഫി മേടിച്ചിരിക്കുന്നു PS5. ഒരു ബീജം ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. എന്നെ ട്രോളാൻ വേറെ ഒരുത്തൻ്റെ ആവശ്യം എനിക്കില്ല അല്ലേ? എക്സ്ക്യൂസ് മീ, എന്തോ ഇത്? വാട്ട് ആർ യു ഡൂയിങ്? ഇതിരു താറയിൽ മുഴുവൻ ടോയ്സ്. ഇതിന്റെ ഇത് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും വാ വാവ്. Blue, purple, red, green, orange, blue. Good job. Show me animals. Wow, there's so many animals. Aha. ഈ ആനിമൽസ് ഞങ്ങൾ ഇതിരുവിനെ ഞങ്ങളെ ഡൈപ്പർ ഫ്രീ ആക്കാൻ ട്രെയിൻ ചെയ്ത സമയത്ത് അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആനിമൽസ് ആണിത്. അങ്ങനെ എൻകറേജ് ആയി ഇപ്പോൾ ഇതിന് കംപ്ലീറ്റ്ലി ഡൈപ്പർ ഫ്രീ ആയിട്ടുണ്ട് അല്ലേ ഇതിരു? സോ മെനി ആനിമൽസ്. സോ നമ്മൾക്കിനി ലഞ്ച് കഴിക്കാം. ഓൾറെഡി 4 മണിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മണിക്ക് തന്നെ ഇപ്പോൾ ലൈക്ക് ഓൾമോസ്റ്റ് 3:34 ആകുമ്പോൾ ഇരുട്ട് വീണ് തുടങ്ങും. ആൻഡ് നമ്മൾക്കിനി ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. ലഞ്ച് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഫ്രൈഡ് റൈസ് ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, ദോശയുണ്ട്. ആൻഡ് നമുക്കിനി ലഞ്ച് കഴിക്കുമ്പോൾ കാണും. ദെൻ നമുക്ക് നമ്മുടെ PS5 സെറ്റപ്പ് ചെയ്യാം. സെറ്റപ്പ് ഒക്കെ ആയേക്കാ ഫുള്ള്? അല്ല, ഈ ഡെസ്ക് ജോലിയാണല്ലേ സെറ്റ് ചെയ്തത്? ഏതോ ഇതിന് ഗെയിമിംഗ് സ്റ്റേഷൻ ആയാ? അടിപൊളി. എന്താണ് അതിനുശേഷം എന്താണ് ചെയ്തത്? ഗെയിംസ് ഏതൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അപ്പൊ നടക്കട്ടെ പരിപാടി. ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നല്ലേ? അടിപൊളി. PS5 is too hot please. ये क्या हुआ? मेरा डाउनलोड. അയ്യോ ചിരിക്കുന്നു. നോക്ക് എന്താ സംഭവം. ആഹാ, നല്ല സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ പുറത്ത്. മിക്കവാറും നാളെ ഇവിടെ നല്ല രീതിയിൽ സ്നോ ഫില്ലാവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആ ഒരു ലൈറ്റിൻ്റെ ആണ് നിങ്ങൾക്ക് കാണാമോ? സ്നോ അത്രയ്ക്ക് ശക്തിക്കാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിലൊക്കെ പുറത്ത് പോകാൻ ബെസ്റ്റാണ്. പക്ഷേ മണി 10 ഒക്കെ സ്നോ ഫില്ലായി. എന്തായാലും ഞാൻ രാവിലത്തെ കാഴ്ച അടിച്ചിട്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ കാർഡ് PS5 സെറ്റായെന്ന് നോക്കാം. ഇടയ്ക്ക് വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഷോട്ട് കട്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഓഫായി പോയിട്ടുണ്ട്. അങ്ങനെ അടിച്ചു പോയി നമ്മുടെ PS5 ഓൺ ആയിട്ടുണ്ട്. ഇത് ഏത് ഗെയിമാണ്? ഇക്ക ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എതിർക്കൊട്ടനെ ഇറങ്ങി. എത്ര പെട്ടെന്നാണ് അവിടെ ഫുള്ള് ഇങ്ങനെ കളർ ചേഞ്ച് ആയത്. രാവിലെ 5 മണിയുടെ കാഴ്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ മഞ്ഞുകൊണ്ട് മൂടുവന്ന്. ഈ മഞ്ഞുകൊണ്ട് മൂടി രാവിലെ തന്നെ ആരോ പാത്ത് വേ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. സ്നോഫോൾ എപ്പോഴും നിന്നിട്ടില്ല. ഓ, വിന്റർ വണ്ടർലാൻഡ്.
അടിപൊളി. ഒരു വാക്കിന് പോകാൻ പറ്റിയ ടൈം. ലിഫ്റ്റിൻ്റെ അകത്താണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ സ്നോഫോൾ കാട്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ രാവിലത്തെ കാഴ്ച കാണിച്ചു. ജസ്റ്റ് നമുക്കൊരു വാക്കിന് പോയിട്ട് വരാം. ഇതൊരു നല്ല വർക്കാണ്. എന്തായാലും നമുക്ക് പുറത്ത് പോയി പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. മൈ ഗോഡ്, യു ഗൈസ് വോണ്ട് ബിലീവ്. നമുക്ക് പതിയെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. സ്നോ കൊണ്ട് മൂടിയിട്ടുണ്ടല്ലോ. നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും. ഇങ്ങോട്ട് പോവാം. നമുക്ക് ചുമ്മാ ഇങ്ങനെ ബിൽഡിങ്ങിന് ചുറ്റും നടന്നിട്ട് വരാം. ആക്ച്വലി കൈവറയുടെ ആവശ്യമൊന്നുമില്ല. ചെറിയ സ്നോഫോൾ ഇപ്പോഴും ഉണ്ട്. സ്നോയിന് ഷേപ്പൊന്നുമില്ല. ഞാൻ കൈവറ ഇല്ലാതെ നടക്കുന്നത്. തറയിൽ നോക്കി നടന്നില്ലെങ്കിൽ മൂടടിച്ച് വീഴാൻ നല്ല സാധ്യതയുണ്ട്. മുമ്പോ ഈ ഫുട്പാത്ത് ഇവർ ക്ലീൻ ചെയ്തില്ലേ? അയ്യോ, തെന്നുന്നുണ്ടല്ലോ. ആരൊക്കെ ചവിട്ടി ചെയ്ത് കൂടെ ചെന്ന് ചവിട്ടാം. ഇത്രയും കൊണ്ട് വരണമെന്നായിരുന്നു എനിക്ക് ശരിക്കും ആഗ്രഹം. കണ്ടോ, ഇവിടുന്ന് സ്നോ ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ എന്തായാലും എൻ്റെ മെയിൻ വലിയ തൊപ്പിയും കൂടി വെച്ചു. ഇതാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ച. ആക്ച്വലി വീടിന് സ്നോയ്ക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇത്തിരി ഉണ്ടായിരുന്നെങ്കിൽ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം നമ്മൾ സ്ഥിരം നടക്കാൻ വരുന്ന സ്ഥലങ്ങളാണേ. അയ്യോ, 3 years ആയെങ്കിലും ഓരോ സ്നോഫോളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങി നടന്ന് കാണാൻ. കുഞ്ഞിനാളിലേക്ക് ഡ്രീമായിരുന്നു ഒരു ദിവസം ഇങ്ങനെ സ്നോ കാണണമെന്ന്. ആൻഡ് നൗ ഐ എം ലിവിങ് ഇൻ ദാറ്റ് സിറ്റി ഫോർ പാസ്റ്റ് 3 years. ഒരു ഏരിയയിൽ എൻ്റെ ഷൂ ഓൾമോസ്റ്റ് ഫുൾ താഴെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും ഇത്രയും സ്നോഫോൾ ഉണ്ടായിട്ടും ആൾക്കാർ അവർ പട്ടിക്കുട്ടികളെ കൊണ്ട് പോക്കിനൊക്കെയാണ് എന്നിട്ടുള്ളത്. ഇത് നോക്ക്, എൻ്റെ കാല് ഫുള്ള് എൻ്റെ മഞ്ഞിൻ്റെ അകത്താണ്. ഇപ്പോൾ പറ്റിയ ഏജാണ്. നാളെ തൊട്ട് അവൻ കിൻഡർഗാർട്ടനിൽ പോകുമ്പോൾ മേ ബി അവരെ സ്നോയിലൊക്കെ എക്സ്പോസ് ചെയ്യും. ആൻഡ് ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. കണ്ണിൻ്റെ അകത്ത് മഞ്ഞ് വന്നു. നമുക്കിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാം. 1 2 you play with that snow? Hey? Let me help. Oh, so cool. ഞാൻ നേരത്തെ സ്നോയിൽ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു. ഇതിലോ വാട്ട് ഈസ് ദിസ്? സ്നോ കൊള്ളാമോ? Come, let's go for a walk. ഞാൻ നേരത്തെ വാക്കിന് പോയി തിരിച്ചെത്തിയപ്പോൾ ഇദ്രു എണീച്ചു. അവനും സ്നോയിൽ കളിക്കാൻ പോകണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഭയങ്കരമായിട്ട് കാറ്റില്ലാത്തതുകൊണ്ട് അവനെ ജസ്റ്റ് ഒന്ന് സ്നോയിൽ കളിപ്പിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങളിതാ പുറത്തിറങ്ങി. വീഴും. Come with Vema. This way. Let's make a snowman, Idru. Okay, Vema is gonna throw a ball. Okay, snowman ഉണ്ടാക്കാം. So cool. എടാ, സ്നോ ആണ്, നീ എങ്ങനെ കളിക്കും ഇതിലോ? Hey, slow. Wow, so cool. Keep going. You can do it, Idru. You can do it. പലരും പാരൻസ് സ്ലെഡ്ജൊക്കെ ആയിട്ട് പിള്ളേരെയും കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിലും നമുക്കൊരു സ്ലെഡ്ജ് മേടിക്കാം. ഓക്കെ ഇതിലു? യെസ്, കാർ ഓടിച്ചിട്ട് വീട്ടിൽ പോവാമേ. ഇതിലും ഞാനും കൂടെ ഒരു കുഞ്ഞു സാധനം ഇവിടെ ഒപ്പിച്ചു. നമുക്കിതിനൊരു മൂക്ക് കൊടുക്കാം. ഇതിലൊന്നുണ്ട്. ഓക്കെ, അതിരിക്കുന്നില്ല.
ഇസ് ദിസ് യുവർ സ്നോമാൻ? ഇതിന് അക്ഷസിനെ പോലെ ഉണ്ട് ഇതിന്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് അധികം നേരം സ്നോയിൽ കളിച്ച് തീർന്നതിന് ശേഷം ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഗൈസ് Bye guys.